യൂണിറ്റ് 4 പ്രൊമോട്ടർ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത് പഠിക്കുന്നത് ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഫോർമേഷൻ, ഒരു കമ്പനിയുടെ രൂപീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. എ കമ്പനി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ത്രൂ ദി എഫേർട്സ് ഓഫ് പേഴ്സൺ ഹു വർക്ക് ബിഹൈൻഡ് ദി സീൻസ് ആൻഡ് ടേക്ക് ഇമ്പോർട്ടൻറ്റ് പ്രിലിമിനറി ഡിസിഷൻ റിഗാർഡിങ്. അതായത് ഒരു കമ്പനി അത് രൂപം കൊള്ളുന്നത് പ്രൊമോട്ടറുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് അല്ലേ. ഈ കമ്പനി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ത്രൂ ദി എഫേർട്ട് ഓഫ് പേഴ്സൺ. അപ്പോൾ കമ്പനിയുടെ രൂപീകരണം, ഫോർമേഷൻ ഉദ്ദേശിക്കുന്ന കമ്പനി നിലവിൽ വരുന്നതിനെയാണ്. അങ്ങനെ നിലവിൽ വരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളെന്ന് പറയുന്ന ആരാണ്? അത് പ്രൊമോട്ടറാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊമോട്ടർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കമ്പനിയുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊമോട്ടർ എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെദർ ദ കമ്പനി ഷുഡ് ബി പബ്ലിക് ഓർ പ്രൈവറ്റ്. നമ്മുടെ ഈ പുതിയ കമ്പനി പബ്ലിക് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യണോ അതോ പ്രൈവറ്റ് കമ്പനി ആയിട്ടുള്ള രജിസ്ട്രേഷനാണോ വേണ്ടതെന്നുള്ളത് തീരുമാനിക്കും. നേച്ചർ ഓഫ് ബിസിനസ്, ബിസിനസ്സിൻ്റെ സ്വഭാവം എന്താണ്? മാനുഫാക്ചറിങ് ബിസിനസ് ആണോ, സർവീസ് ഇൻഡസ്ട്രി ആണോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ. എത്ര ക്യാപിറ്റൽ വേണം എന്നുള്ളത് തീരുമാനിക്കും. ഒപ്പം തന്നെ ആരാണ് ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്നത്? അതർ പ്രിലിമിനറി മാറ്റേഴ്സ്, പ്രധാനപ്പെട്ട മറ്റ് പ്രാഥമികമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ കൂടി അവിടെ തീരുമാനിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തീരുമാനമെടുക്കുന്ന ആ ഒരു വ്യക്തി പ്രൊമോട്ടറാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനിയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് 3 സ്റ്റേജുകളാണ് പ്രധാനമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതായത് കമ്പനിയുടെ ഫോർമേഷനിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊമോഷനാണ്, 2 രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷനാണ്, 3 റേസിംഗ് ഓഫ് ക്യാപിറ്റലാണ് അല്ലേ. ഈ ഒരു ഒന്നാമത്തെ സ്റ്റെപ്പ് അല്ലേ, അതാണ് പ്രധാനമായിട്ടും പ്രൊമോട്ടർ നടത്തുന്നത്. പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് എ കമ്പനി ഇൻ ടു എക്സിസ്റ്റൻസ്. ഒരു കമ്പനിയെ നിലവിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് അല്ലേ. ഒരു പുതിയ കമ്പനിയുടെ രൂപീകരണമാണ് ആ ഫോർമേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ആ കമ്പനി നിലവിൽ വരുന്നത് വരെയുള്ള കാര്യങ്ങൾ അല്ലേ. ദ പേഴ്സൺ ബിഹൈൻഡ് ദീസ് പ്രോസസ് ആർ കോൾഡ് പ്രൊമോട്ടേഴ്സ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് നമ്മൾ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി നിലവിൽ വരുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേര് പ്രൊമോഷനും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾ പ്രൊമോട്ടറാണെന്ന് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ. ഒരു കമ്പനിയുടെ ഫോർമേഷൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ആ കമ്പനിയെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. രജിസ്റ്റർ ചെയ്യിക്കുന്നതിന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അത് കമ്പനിയുടെ രജിസ്ട്രേഷനിലൂടെയാണ് അത് നിലവിൽ വരുന്നത് അല്ലേ. കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ദാറ്റ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺലി ത്രൂ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷനിലൂടെ മാത്രമേ ഒരു കമ്പനിക്ക് നിലവിൽ വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ദ റിക്വയർമെൻറ്റ്സ് ഫോർ രജിസ്ട്രേഷൻ ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ സ്വഭാവത്തിനനുസരിച്ച് കമ്പനിയുടെ രജിസ്ട്രേഷനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. ദെൻ മിനിമം നമ്പേഴ്സ്. ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു കമ്പനിക്ക് പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 ആളുകളും പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 7 ആളുകളും വേണം അല്ലേ. അപ്പം കമ്പനി രജിസ്ട്രേഷനിലൂടെയാണ് കമ്പനി നിലവിൽ വരുന്നത്. പിന്നെ മിനിമം നമ്പേഴ്സ് പ്രൈവറ്റ് കമ്പനിയുടെ കേസിലും പബ്ലിക് കമ്പനിയുടെ കേസിലുള്ള നമ്പറുകളൊന്ന് ഓർത്തിരിക്കുക. ഇനി ഫോർമേഷനിലെ 3ാമത്തെ സ്റ്റെപ്പാണ് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദ മെത്തേഡ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ സ്വഭാവം അനുസരിച്ചാണ് കമ്പനി എങ്ങനെയാണ് ക്യാപിറ്റൽ സമാഹരിക്കുന്നത്, കമ്പനിയുടെ മൂലധനം എങ്ങനെയാണ് കളക്ട് ചെയ്യുക എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. ഇനി പബ്ലിക് കമ്പനി ആണെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ സ്വീകരിക്കുന്നത് ഒന്നെങ്കിൽ പബ്ലിക് ഓഫർ ഓഫ് ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് അല്ലേ. അതായത് നമുക്ക് വേണമെങ്കിൽ പബ്ലിക് ഓഫർ, ജനറൽ ആയിട്ടുള്ള എല്ലാവർക്കും വേണമെങ്കിൽ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ള ആളുകൾക്കെല്ലാം കമ്പനിയുടെ ഷെയറുകൾ കൊടുക്കുക അല്ലേ. അതിനെയാണ് പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. കുറച്ച് ആളുകൾക്ക് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതിനെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് താല്പര്യമുള്ള കമ്പനിക്ക് നേരിട്ട് അറിയാവുന്ന കുറച്ച് ആളുകൾക്ക് മാത്രമായിട്ട് കമ്പനിയുടെ ഷെയറുകൾ കൊടുക്കുമ്പോൾ അതിനെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയും. ഇനി ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിലോ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി മാത്രമേ കമ്പനിക്ക് ഈ ഒരു ക്യാപിറ്റൽ സമാഹരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമുക്കറിയാം പ്രൈവറ്റ് കമ്പനിക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനോ പബ്ലിക്കായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാനൊന്നും സാധിക്കില്ല അല്ലേ. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെ നടക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്നപ്പോൾ നമ്മൾ അറിയണം. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മീൻസ് ആൻ ഓഫർ ഓർ ഇൻവിറ്റേഷൻ ടു സബ്സ്ക്രൈബ് ടു സെക്യൂരിറ്റീസ് മെയ്ഡ് ബൈ കമ്പനി ടു എ സെലക്ട് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. അപ്പോൾ നമ്മൾ പബ്ലിക് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ പബ്ലിക്കിന് പൊതുവേ നമ്മൾ ഷെയറുകളെല്ലാം ഓഫർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ആളുകൾക്ക് മാത്രമായിട്ട് സെലക്ട് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ, അതിനെ ഐഡൻറ്റിഫൈഡ് പേഴ്സൺസ് എന്നാണ് പറയുന്നത്. ഐഡൻറ്റിഫൈഡ് പേഴ്സൺസ് അതായത് കമ്പനിക്ക് നേരിട്ട് അറിയാവുന്ന, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, അതായത് വ്യക്തികളോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അത്ര ആളുകൾ, അവരുടെ പേരും അഡ്രസ്സെല്ലാം കമ്പനിയുടെ ബുക്കിൽ എഴുതി വെക്കണം അല്ലേ. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സെലക്ട് ചെയ്യപ്പെടുന്ന കുറേ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് മാത്രമായിട്ട് നമ്മൾ ഷെയറുകൾ വിൽക്കുമ്പോൾ അതിനെയാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഓർത്തിരിക്കേണ്ടത്, സെലക്റ്റഡ് പേഴ്സൺസിനായിരിക്കണം അത് കൊടുക്കേണ്ടത്. ഈ ആരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ദേ മേ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ദ ബോർഡ് അല്ലേ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അവരുടെ ഐഡൻറ്റിഫൈ ചെയ്യണം, തിരിച്ചറിയാൻ പറ്റുന്നവരായിരിക്കണം. അതിനായിട്ട് അവൻ ഐഡൻറ്റിഫൈഡ് പേഴ്സൺസ് എന്ന് പറയും. അവരുടെ പേരും അഡ്രസ്സൊക്കെ കമ്പനിയുടെ റെക്കോർഡ്സിലുണ്ടായിരിക്കണം. ദെൻ ദ നമ്പർ ഓഫ് ഐഡൻറ്റിഫൈഡ് പേഴ്സൺ മസ്റ്റ് നോട്ട് എക്സീഡ് 50 ഇൻ എ ഫിനാൻഷ്യൽ ഇയർ.
അവരുടെ ഈ ഐഡൻറ്റിഫൈഡ് പേഴ്സൺ എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അത് പ്രൈവറ്റ് കമ്പനിയിൽ മാക്സിമം 50 ഒരു വർഷം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അത് 50 പേർക്കാണ് അത് ഓഫർ ചെയ്യാൻ പറ്റുന്നത്. 2014 കമ്പനീസ് ആക്ടിൽ അത് 200 ആയിട്ടൊക്കെ ഇത് ഉയർത്തിയിട്ടുണ്ടാവും. നമുക്കത് ഏതെങ്കിലും ടെക്സ്റ്റിലുള്ളതുപോലെ തന്നെ 50 എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇഫ് എ കമ്പനി ഓഫേഴ്സ് ഇൻവെസ്റ്റ് സെക്യൂരിറ്റീസ് ടു മോർ ദാൻ ദി പ്രിസ്ക്രൈബ്ഡ് നമ്പർ, അതിൽ കൂടുതൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു വർഷം 50 എണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾക്ക് കമ്പനി ഷെയർ ഓഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ പബ്ലിക് ഓഫർ എന്നാണ് വിളിക്കുന്നത് അല്ലേ. പബ്ലിക് ഓഫർ നടത്താൻ വേണ്ടി പ്രൈവറ്റ് കമ്പനിക്ക് അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഓർത്തിരിക്കേണ്ടത് ഓഫർ ടു സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ഐഡൻറ്റിഫൈഡ് പേഴ്സൺസിനാണ് അല്ലേ. കമ്പനിയുടെ ഷെയറുകൾ സെലക്ട് ഗ്രൂപ്പിനായിട്ട് മാത്രമായിട്ട് ഓഫർ ചെയ്യുമ്പോൾ അതിനെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത്ര ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യണം, തിരിച്ചറിയണം. മാക്സിമം എണ്ണം എന്ന് പറയുന്നത് ഒരു വർഷം 50 പേർക്കാണ് ഓഫർ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 50 പേർക്കാണ് ഓഫർ ചെയ്യാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ പ്രിസ്ക്രൈബ് ലിമിറ്റിൽ കൂടി കഴിഞ്ഞാൽ അതിനെ പബ്ലിക് ഓഫറായിട്ട് കരുതുന്നതാണല്ലേ. ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട MCQ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഓഫർ ഓൺലി ടു ഐഡൻറ്റിഫൈഡ് പേഴ്സൺ അല്ലേ, തിരിച്ചറിയാൻ പറ്റുന്ന സെലക്റ്റഡ് പേഴ്സൺസിനാണ് ഇത് ഓഫർ ചെയ്യപ്പെടുന്നത്. അതിൻ്റെ മോഡ് ഓഫ് പേയ്മെൻറ്റ്, അതിന്മേൽ ഷെയർ കൊടുക്കുമ്പോൾ അതിൻ്റെ ക്യാഷ് ഇങ്ങോട്ട് കിട്ടുന്നത് ക്യാഷായിട്ടല്ല, അത് ചെക്കായിട്ടോ ഡിമാൻഡ് ഡ്രാഫ്റ്റായിട്ടോ അതർ ബാങ്കിങ് ചാനൽ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടൊക്കെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് വാങ്ങിക്കേണ്ടത്. ഷെയറുകൾ കൊടുക്കുമ്പോൾ കമ്പനിയിലേക്ക് ക്യാപിറ്റൽ അവർ തരണം അല്ലേ, അതിനുള്ള എമൗണ്ട് തരണം. അത് ക്യാഷായിട്ട് വാങ്ങിക്കാൻ പാടില്ല. ഓർത്തിരിക്കുക, ക്യാഷ് പേയ്മെൻറ്റ് ഈസ് നോട്ട് അലൗഡ് ഇൻ ദ കേസ് ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് അല്ലേ. ദെൻ നമ്മൾക്ക് ഷെയറുകൾ അവർക്ക് അലോട്ട് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. അവർ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ കമ്പനി മസ്റ്റ് അലോട്ട് സെക്യൂരിറ്റീസ് വിത്തിൻ 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണി. ആപ്ലിക്കേഷൻ മണി കിട്ടിക്കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ ആളുകൾക്ക് കമ്പനി ഷെയറുകൾ കൊടുക്കേണ്ടതാണ്. ഈ 60 ദിവസത്തിനുള്ളിൽ ഷെയറുകൾ കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ കമ്പനി അവരുടെ ആപ്ലിക്കേഷൻ മണി 60 ദിവസം ആകുന്ന ദിവസം തൊട്ട് അത് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ മണി തിരികെ കൊടുക്കേണ്ടതാണ് അല്ലേ. ഫ്രം ദി കംപ്ലീഷൻ ഓഫ് 60 days, 60 ദിവസം കഴിഞ്ഞ് പിന്നീടുള്ള 15 ദിവസത്തിനുള്ളിൽ അവരുടെ ആപ്ലിക്കേഷൻ മണി കമ്പനി തിരികെ കൊടുക്കേണ്ടതാണ്, അവർക്ക് ഷെയർ കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ. ഇനി താമസിച്ചാണ് ഈ ആപ്ലിക്കേഷൻ മണി തിരികെ കൊടുക്കുന്നതെങ്കിൽ 12% ഇൻട്രസ്റ്റ് അത് ഉൾപ്പെടെയുള്ള എമൗണ്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്കിവിടെ മാക്സിമം നമ്പർ മെൻഷൻഡ് 50 പേർക്കാണ് പരമാവധി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്താൻ വേണ്ടി സാധിക്കുക. ടെക്സ്റ്റിൽ പറയുന്ന പ്രകാരം ക്യാഷ് പേയ്മെൻറ്റ് അലൗഡ് അല്ലെന്ന് ഓർത്തിരിക്കുക. 60 ദിവസത്തിനുള്ളിൽ അലോട്ട്മെൻറ്റ് നടത്തണം. 60 ദിവസത്തിനുള്ളിൽ അലോട്ട്മെൻറ്റ് നടത്താൻ പറ്റിയില്ലെങ്കിൽ, ഷെയർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത 15 ദിവസത്തിനുള്ളിൽ അവരുടെ ആപ്ലിക്കേഷൻ മണി തിരികെ കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഡിലേഡ് റീപേയ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ 12% ഇൻട്രസ്റ്റോടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി പബ്ലിക് ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറുകൾ ജനറൽ പബ്ലിക്കിന് പൊതുവായിട്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഓഫർ ചെയ്യുന്നതിനാണ് പബ്ലിക് ഓഫർ എന്ന് പറയുന്നത് അല്ലേ. സെക്ഷൻ 23 ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീൽ ചെയ്യുന്ന കാര്യം. അപ്പോൾ പബ്ലിക് ഓഫർ ഈസ് മെയ്ഡ് ടു പബ്ലിക്കിന് മുഴുവനായിട്ട് ഷെയറുകൾ ഓഫർ ചെയ്യുകയാണ് പബ്ലിക് ഓഫറിൽ നടക്കുന്നത്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ പബ്ലിക് ഓഫർ വഴി ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് നിയന്ത്രിക്കുന്നത് സെബിയാണ് അല്ലേ. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി എന്ന് പറയുന്ന ഗവൺമെൻറ് ഏജൻസിയാണ് അത് നിയന്ത്രിക്കുന്നത്. ഇനി പബ്ലിക് ഇഷ്യൂ വഴി പ്രൊമോട്ടേഴ്സ് പണം ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ, ഇങ്ങനെ റേസ് ചെയ്യുമ്പോൾ, കളക്ട് ചെയ്യുമ്പോൾ അവർ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം അല്ലേ. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത ആളുകളിൽ നിന്ന് ഷെയറുകൾ വാങ്ങാൻ ഉള്ള താല്പര്യം ക്ഷണിക്കണം അല്ലെ, ഇൻവൈറ്റ് ചെയ്യണം അല്ല. പ്രൊവൈഡ് ദ പ്രോസ്പെക്ടസ് എലോങ് വിത്ത് ദി ആപ്ലിക്കേഷൻ ഫോമിനൊപ്പം പ്രോസ്പെക്ടസിൻ്റെ ഒരു ചുരുക്ക പ്രോസ്പെക്ടസ്, അബ്രിജിഡ് ഫോമിലുള്ള ഒരു പ്രോസ്പെക്ടസ് കൊടുക്കുകയും വേണം അല്ലേ. ഇനി ഡിക്ലറേഷൻ ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് എ കമ്പനി ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ മസ്റ്റ് ഫയൽ എ ഡിക്ലറേഷൻ ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് വിത്ത് ദി രജിസ്ട്രാർ. നമ്മുടെ കമ്പനി രജിസ്ട്രാർക്ക് ഒരു ഡിക്ലറേഷൻ, ഒരു പ്രഖ്യാപനം കൊടുക്കേണ്ടതാണ്. കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. അതായത് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട്, കമ്പനി ഇൻകോർപ്പറേഷൻ നടത്തിയിട്ട് 180 ദിവസത്തിനുള്ളിൽ കമ്പനി പ്രവർത്തനം ആരംഭിക്കണം. അങ്ങനെ പ്രവർത്തനം ആരംഭിച്ചിട്ട് കൊടുക്കേണ്ട നമ്മുടെ ഒരു ഡിക്ലറേഷനെയാണ് ഡിക്ലറേഷൻ ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഹാവ് പെയ്ഡ് ദ വാല്യൂ ഓഫ് ദിയർ ഷെയർസ്. അതായത് ഈ ഡിക്ലറേഷനിൽ പറയണം കമ്പനിയുടെ മെമ്മോറാണ്ടം അസോസിയേഷനിൽ ഒപ്പുവെച്ചിരിക്കുന്ന എല്ലാവരും അവരെടുത്തിരിക്കുന്ന ഷെയറുകളുടെ പേയ്മെൻറ്റ് വാല്യൂ അല്ലേ, അത്രയും പൈസ കമ്പനിക്ക് അടച്ചിട്ടുണ്ട് എന്നുള്ള ഡിക്ലറേഷനിൽ പറയണം. ദെൻ കമ്പനി ഹാസ് ഫയൽഡ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ രജിസ്റ്റേർഡ് ഓഫീസ്. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പറയേണ്ടതാണ് അല്ലേ. രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണെന്നും ഈ ഡിക്ലറേഷനിൽ കൃത്യമായിട്ട് പറയണം. ഈ 2 കാര്യങ്ങൾ ഡിക്ലറേഷൻ ഉണ്ടാകണം. അപ്പോൾ ഈ ഒരു ഡിക്ലറേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ കമ്പനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കമ്പനിയുടെ പേരിൽ സ്വന്തമായിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലേ. ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ കമ്പനി തുടങ്ങാൻ 180 ദിവസത്തിനുള്ളിൽ കമ്പനിക്ക് തുടങ്ങാൻ വേണ്ടി സാധിച്ചില്ല എങ്കിൽ 180 days ഓഫ് ഇൻകോർപ്പറേഷനുള്ളിൽ കമ്പനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും, ഒപ്പം തന്നെ ഈ ഒരു ഡിക്ലറേഷൻ കൊടുത്തില്ല എങ്കിലും കമ്പനി രജിസ്ട്രാർക്ക് വേണമെങ്കിൽ കമ്പനിയുടെ പേര് രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നിന്ന് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാനുള്ള അധികാരം കമ്പനി രജിസ്ട്രാർക്ക് ഉണ്ടായിരിക്കും അല്ലേ.
ഇനി പ്രൊമോട്ടറുടെ റോളിനെ കുറിച്ച്, ഹൂ ഈസ് എ പ്രൊമോട്ടർ, അദ്ദേഹത്തിൻ്റെ റോൾ എന്താണ് കമ്പനിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊമോട്ടർ ആരാണെന്ന് നമ്മൾ കണ്ടു. പ്രൊമോട്ടർ ഇസ് എ പേഴ്സൺ ഹു അണ്ടർടേക്ക് ദ പ്രിലിമിനറി വർക്ക് നെസസറി ഫോർ ദി ഫോർമേഷൻ ഓഫ് കമ്പനി, അല്ലേ? കമ്പനിയുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട്, രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ടുള്ള ജോലികളെല്ലാം ചെയ്തു തീർക്കുന്ന വ്യക്തിയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് പറയുന്നത്, അല്ലേ? പ്രൊമോട്ടർ ഈസ് എ പേഴ്സൺ, പ്രൊമോട്ടറെ കുറിച്ച് ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 2 സബ്സെക്ഷൻ 69 പ്രൊമോട്ടറെ കുറിച്ച് പറയുന്നത്. ഈസ് നെയ്മഡ് ആസ് എ പ്രൊമോട്ടർ ഇൻ ദി പ്രോസ്പെക്ടസ്, പ്രോസ്പെക്ടസിൽ ആരുടെ പേരാണോ പ്രൊമോട്ടറായിട്ട് കൊടുത്തിരിക്കുന്നത് അദ്ദേഹമായിരിക്കും പ്രൊമോട്ടറായിട്ട് അറിയപ്പെടുക. അല്ലെങ്കിൽ ഹാസ് കൺട്രോൾ ഓവർ ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ കാര്യങ്ങളിൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നിയന്ത്രണമുള്ള, അപ്പോൾ ഷെയർ ഹോൾഡറായിട്ടോ ഡയറക്ടറായിട്ടോ ആരായിട്ടാണെങ്കിലും കമ്പനിയുടെ തുടക്കത്തിൽ കമ്പനി നിയന്ത്രിക്കുന്ന ആളെയും പ്രൊമോട്ടർ എന്ന് പറയാം. ദെൻ ആക്ട്സ് അക്കോർഡിംഗ് ടു ദി ഹൂസ് അഡ്വൈസ് ഡയറക്ഷൻസ് ഓർ ഇൻസ്ട്രക്ഷൻസ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് അക്കംസ്റ്റഡ് ടു ആക്ട്, അതായത് ആരുടെ നിർദ്ദേശമാണോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആദ്യ കാലഘട്ടത്തിൽ അവരനുസരിക്കുന്നത്, അല്ലേ? അങ്ങനെ അനുസരിക്കുന്നത് ആരുടെ നിർദ്ദേശമാണോ അവരെയും പ്രൊമോട്ടറായിട്ട് കണക്കൂട്ടും. അപ്പോൾ ഈ കാറ്റഗറിയിൽപ്പെട്ട 3 തരത്തിൽപ്പെട്ട ആരെയും കമ്പനിയിൽ പ്രൊമോട്ടറായിട്ട് കരുതുന്നതാണ്. ഇനി ഒരു പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ കമ്പനിക്ക് ഉപദേശം കൊടുക്കുന്ന ആളുകളെ പ്രൊമോട്ടറായിട്ട് കരുതില്ല. കാരണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കമ്പനിയുടെ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, അല്ലെങ്കിൽ കമ്പനിയുടെ അഡ്വക്കേറ്റ്, കമ്പനി സെക്രട്ടറി, അതുപോലെ പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾ അവർ നിർദ്ദേശം കൊടുത്തു അല്ലെങ്കിൽ അഡ്വൈസ് കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെ കമ്പനിയുടെ പ്രൊമോട്ടറായിട്ട് കരുതുന്നതല്ല എന്നുള്ളത് ഒരു എക്സെപ്ഷൻ, ഈ റൂളിനൊരു എക്സെപ്ഷനും പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് ആരാണെന്നുള്ളത് ഓർത്തിരുന്നേക്കുക. പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ സ്പെഷ്യലൈസ്ഡ് എൻറ്റിറ്റീസ് ദാറ്റ് അണ്ടർടേക്ക് ദ ഫോർമേഷൻ ഓഫ് ന്യൂ കമ്പനി, ഒരു പുതിയ കമ്പനിയുടെ രൂപീകരണത്തിന് വേണ്ടി പ്രൊഫഷണലായിട്ട് അവർ തൊഴിലായിട്ട് എടുത്തുണ്ട്. അതായത് അവർ കമ്പനി രൂപീകരിക്കുന്നു, അതിൻ്റെ ഒരു ചെറിയ ലാഭം എടുത്തിട്ട് കമ്പനി അവർ ബാക്കിയുള്ള ആളുകളെ ഏൽപ്പിക്കുന്നു, അല്ലേ? വീണ്ടും അവർ അടുത്ത കമ്പനി രൂപീകരിക്കുന്നു. അങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് കമ്പനി രൂപീകരണം എടുത്തിട്ടുള്ള പ്രൊമോട്ടേഴ്സിനെയാണ് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. അവരൊരു കമ്പനി ഇൻകോർപ്പറേഷന് വേണ്ടി രജിസ്ട്രേഷൻ വരെയുള്ള കാര്യങ്ങൾ അവർ ഏറ്റെടുക്കുന്നു. അതിനുശേഷം രജിസ്ട്രേഷൻ നടന്നതിന് ശേഷം ഹാൻഡ് ഓവർ ദ അഡ്മിനിസ്ട്രേഷൻ ടു ദി ക്ലയൻസ് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ, അവരെ ജോലി ഏൽപ്പിച്ച ആളുകൾക്ക് കമ്പനി ഏൽപ്പിച്ചു കൊടുക്കുന്നു, അല്ലേ? അതിനുശേഷം വർക്ക് ചെയ്ത് റെഗുലർലി ഓർ ഒക്കേഷണലി, അദ്ദേഹം റെഗുലറായിട്ട് ഇത്തരത്തിലുള്ള വർക്കുകൾ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ഒക്കേഷണലി കമ്പനിയുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രൊമോട്ടേഴ്സിനെയാണ് നമ്മൾ പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ കമ്പനിയുടെ ലീഗൽ പൊസിഷൻ, പ്രൊമോട്ടർക്ക് കമ്പനിയുടെ ലീഗലി കമ്പനിയിൽ ഒരു പ്രൊമോട്ടറുടെ പൊസിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം പ്രൊമോട്ടർ ഈസ് നോട്ട് ആൻ ഏജൻറ്റ്. മനസ്സിലാക്കിയിരിക്കണം, പ്രൊമോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഒരു ഏജൻ്റായിട്ടും കണക്കൂട്ടുന്നില്ല. ഹീ ഈസ് നോട്ട് ടെക്നിക്കലി എ ട്രസ്റ്റി, കമ്പനിയുടെ ട്രസ്റ്റിയുമല്ല. ഈ 2 കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. അതായത് കമ്പനിയുടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല. ബിക്കോസ് ദ കമ്പനി ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് പ്രൊമോഷൻ, ഒരു കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് തന്നെ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ഒരു പ്രൊമോട്ടർ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് കമ്പനിയുടെ ഒഫീഷ്യൽ ഏജൻ്റ് ആണെന്ന് അദ്ദേഹത്തിന് പറയാൻ വേണ്ടി സാധിക്കില്ല. എന്തുകൊണ്ടാണ് കമ്പനിയുടെ ഏജൻ്റ് അല്ല, നോട്ട് ആൻ ഏജൻറ്റ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ദ കമ്പനി ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് പ്രൊമോഷൻ, കമ്പനിയുടെ രൂപീകരണത്തിൻ്റെ സമയത്ത് കമ്പനി നിലവിലില്ല, അല്ലേ? രൂപീകരണം കഴിഞ്ഞതിന് ശേഷമാണ് കമ്പനി നിലവിൽ വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഏജൻ്റായിട്ട് കണക്ക് കൂട്ടാൻ സാധിക്കില്ല. കമ്പനിയുടെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ച ഒരു ട്രസ്റ്റി ആയിട്ടും, ടെക്നിക്കലി ഒരു ട്രസ്റ്റി ആയിട്ടും കണക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കില്ല. ബിക്കോസ് ദർ ഈസ് നോ ബെനിഫിഷ്യറി ഒരു കമ്പനി ഇൻ എക്സിസ്റ്റൻസ് വെൻ ദി പ്രൊമോഷൻ ബിഗിൻസ്, അല്ലേ? കമ്പനിയുടെ പ്രൊമോഷൻ തുടങ്ങുമ്പോൾ, അതായത് കമ്പനിയുടെ രൂപീകരണം തുടങ്ങുമ്പോൾ ഒരു കമ്പനി നിലവിൽ വന്നിട്ടില്ല, അല്ലേ? അതുകൊണ്ട് കമ്പനിയുടെ ഒരു ട്രസ്റ്റി ആയിട്ട് കമ്പനിയുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഒരു ആളായിട്ടും പ്രൊമോട്ടറെ കണക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ പ്രൊമോട്ടറെ കണക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കുന്നത് എന്താണ്? ക്വാസി ട്രസ്റ്റി, അതായത് ഭാഗികമായിട്ട് ട്രസ്റ്റി ആണെന്ന് പറയാം, അല്ലേ? പൂർണ്ണമായിട്ടും ട്രസ്റ്റി അല്ല, ഭാഗികമായിട്ടല്ലേ? കമ്പനിക്ക് വേണ്ടി ഒരു ഫൈഡ്യൂഷ്യറി പൊസിഷനിൽ, ഫൈഡ്യൂഷ്യറി പൊസിഷൻ എന്ന് വെച്ചാൽ കമ്പനിക്ക് വേണ്ടി വിശ്വസ്തയോടുകൂടി കമ്പനിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഓണസ്റ്റ്ലി, അല്ലെ, സത്യസന്ധമായിട്ട് കമ്പനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു പൊസിഷനാണ് ഫൈഡ്യൂഷ്യറി പൊസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ക്വാസി ട്രസ്റ്റി, ഭാഗികമായിട്ട് കമ്പനിയുടെ കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊമോട്ടറെ കണക്കൂട്ടാവുന്നതാണ്, അല്ലേ? അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? പ്രൊമോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാസി ട്രസ്റ്റിയാണ്, അല്ലേ? ഫൈഡ്യൂഷ്യറി പൊസിഷനിൽ പ്രവർത്തിക്കേണ്ട ആളാണ്. ഹീ ഈസ് നോട്ട് ആൻ ഏജൻറ്റ്, ഹീ ഈസ് നോട്ട് എ ഫുൾ ഫ്ലഡ്ജഡ് ട്രസ്റ്റി, അല്ലേ? ദെൻ ഡ്യൂട്ടീസ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സിൻ്റെ മെയിൻ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? നോ സീക്രട്ട് പ്രോഫിറ്റ്, കമ്പനിയുടെ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള പ്രോഫിറ്റും അദ്ദേഹം ഉണ്ടാക്കാൻ പാടില്ല. എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കമ്പനിക്ക് അർഹതപ്പെട്ടതായിരിക്കും. ബെനിഫിറ്റ്സ് ഓഫ് നെഗോഷിയേഷൻ, കമ്പനിയുമായിട്ട് രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മറ്റാരെങ്കിലുമായിട്ടൊക്കെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുമായിട്ടൊക്കെ ചർച്ച നടത്തി അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ബെനിഫിറ്റ് മാർക്കായിരിക്കും, അതും കമ്പനിക്ക് ബിലോങ് ആയിരിക്കും, അല്ലെങ്കിൽ കമ്പനിക്ക് സ്വന്തമായിരിക്കും. അത് പ്രൊമോട്ടർക്ക് പേഴ്സണലായിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഡിസ്ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ്, കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് കൃത്യമായിട്ട് അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട രജിസ്ട്രാറോട് ഉൾപ്പെടെ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തിയിരിക്കണം, അല്ലേ? നോ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓർ ഫ്രോഡ്, കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട്
ഏതെങ്കിലും തെറ്റായ തരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡ് തട്ടിപ്പുകൾ കാണിക്കാനൊന്നും പ്രൊമോട്ടർ ചെയ്യാൻ വേണ്ടി പാടില്ല അല്ലേ. അതായത് അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അതുകൂടാതെ നമുക്ക് പ്രോസ്പെക്ടസിൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കാണിക്കണമെന്നും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റുകളും പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒരു അഡീഷണൽ ഡ്യൂട്ടീസ് കൂടെ നമുക്ക് പ്രൊമോട്ടറൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ, അതായത് കമ്പനിയുടെ രജിസ്ട്രേഷൻ അല്ലേ. അതിനെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണ്. പബ്ലിക് കമ്പനിയിൽ 7 പേർ ഉണ്ടെങ്കിലാണ്, മിനിമം 7 പേരുണ്ടെങ്കിലും, പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 പേരുണ്ടെങ്കിലും, 1% കമ്പനി ആണെങ്കിൽ മിനിമം ഒരാളെങ്കിലും ഉണ്ടെങ്കിലാണ് ആ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുക. നമുക്ക് 3 തരത്തിൽ കമ്പനി രജിസ്റ്റർ ചെയ്യാം ലയബിലിറ്റി വെച്ചുകൊണ്ട്. അതായത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറഞ്ഞ് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞാണ് ഓരോന്നും എന്താണെന്നുള്ളത് കേട്ടോ. ഇനി നമുക്ക് കമ്പനിയുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിക്ക് ഒരു പേര്, നെയിം അപ്രൂവൽ ചെയ്ത് കിട്ടണം. അതായത് മെമ്മോറാണ്ടം നമ്മൾ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് കമ്പനിക്ക് എന്ത് ചെയ്യണം, കമ്പനിക്കൊരു പേര് അല്ലെ, പ്രപ്പോസ്ഡ് കമ്പനി നെയിം അത് അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കണം. അതായത് കമ്പനിയുടെ പേര് മറ്റേതെങ്കിലും കമ്പനിയുമായിട്ട് ഐഡൻറ്റിക്കലായിട്ട് ഒരുപോലെയുള്ളതോ സാമ്യമുള്ളതൊന്നും ആകാൻ പാടില്ല അല്ലേ. അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് കമ്പനി ആ പേരിൽ ഉണ്ടാകാൻ പാടില്ല. അതെല്ലാം വെച്ചുകൊണ്ട് കമ്പനിയുടെ പേരിൻ്റെ അപ്രൂവൽ കമ്പനി രജിസ്ട്രാറിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. കമ്പനിയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട്, ഇൻകോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട, രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യണമെന്നുള്ളത് ഓർത്തിരിക്കുക. ഒന്നാമത്തെ മെമ്മോറാണ്ടം അസോസിയേഷൻ കൊടുക്കണം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കൊടുക്കണം, ഡിക്ലറേഷൻ ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോം, കമ്പനിയോട് ബന്ധപ്പെട്ട ഒരു ഡിക്ലറേഷൻ കൊടുക്കണം, ഡിക്ലറേഷൻ ഫ്രം സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഫസ്റ്റ് ഡയറക്ടേഴ്സ്, കമ്പനിയുടെ മെമ്മോറാണ്ടത്തിലെ സബ്സ്ക്രിപ്ഷൻ ക്ലോസിൽ ഒപ്പിട്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെയും ഒപ്പം തന്നെ ഫസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെ ഒരു ഡിക്ലറേഷൻ കൊടുക്കേണ്ടതാണ്. ദെൻ അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ് അണ്ടിൽ രജിസ്റ്റേർഡ് ഓഫീസ് എസ്റ്റാബ്ലിഷ്ഡ്, കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് നിലവിൽ വരുന്നത് വരെയുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള അഡ്രസ്സ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് പറയണം. സബ്സ്ക്രൈബേഴ്സ്, കമ്പനിയുടെ സബ്സ്ക്രിപ്ഷൻ മെമ്മോറാണ്ടത്തിലെ സബ്സ്ക്രിപ്ഷൻ ക്ലോസിൽ ഒപ്പിട്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ പർട്ടിക്കുലേഴ്സ്, അവരുടെ അഡ്രസ്സും നെയിമും കാര്യങ്ങളും. ദെൻ ഫസ്റ്റ് ഡയറക്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ പർട്ടിക്കുലേഴ്സ്, അവരുടെ ഡീറ്റെയിൽസ്, പർട്ടിക്കുലേഴ്സ് ഓഫ് ദർ ഇൻട്രസ്റ്റ് ഇൻ അതർ എൻറ്റിറ്റീസ് അലോങ് വിത്ത് ദ കൺസെൻറ്റ് വെയർ റിക്വയർഡ്. ഇത്തരത്തിലുള്ള ഫസ്റ്റ് ഡയറക്ടേഴ്സിന് മറ്റുള്ള കമ്പനികൾ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ, അത്തരം കമ്പനികളുടെ ഡയറക്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, അത്തരം കമ്പനികളുടെ ഷെയർ ഹോൾഡിംഗ്സ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വെളിപ്പെടുത്തണം അല്ലേ. ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ രജിസ്ട്രാർക്ക് കമ്പനിയുടെ ഇൻകോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കേണ്ടതാണ്. ഈ ഫസ്റ്റ് ഡയറക്ടേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. അതായത് ദേ ഹാവ് നോട്ട് ബീൻ കൺവിക്റ്റഡ് ഓഫ് ആൻ ഒഫൻസ് കണക്റ്റഡ് വിത്ത് പ്രൊമോഷൻ ഫോർമേഷൻ ഓർ മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് അതിൻ്റെ രൂപീകരണം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതുവരെയും അവർക്ക് യാതൊരു വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളിലും ഏർപ്പെട്ടതായിട്ട് റെക്കോർഡുകളില്ല, ക്രിമിനൽ റെക്കോർഡുകളില്ല എന്നുള്ളൊരു ഡിക്ലറേഷൻ കൊടുക്കണം. ദേ ഹാവ് നോട്ട് ബീൻ ഫൗണ്ട് ഗിൽറ്റി ഓഫ് ഫ്രോഡ്, മിസ്ഫീസൻസ് ഓർ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ഡ്യൂറിംഗ് ദി പ്രിസീഡിംഗ് 5 years, കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ അവർ ഏതെങ്കിലും ചതി നടത്തുകയോ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുകയോ അവരുടെ ഡ്യൂട്ടി ലംഘനങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടില്ല കഴിഞ്ഞ 5 വർഷങ്ങളിലുള്ളിൽ അല്ലേ. അത്തരത്തിലുള്ള കേസുകളൊന്നുമില്ല. ദെൻ ഡോക്യുമെൻറ്റ്സ് ഫയൽഡ് വിത്ത് രജിസ്ട്രാർ കണ്ടെയ്ൻ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് കറക്റ്റ്, കംപ്ലീറ്റ് ആൻഡ് ട്രൂ, രജിസ്ട്രാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റുകളും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റാണ്, സത്യസന്ധമാണ് തുടങ്ങിയ ഡിക്ലറേഷൻ കൂടി എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൊടുക്കേണ്ടതാണ് അല്ലേ. അതിനുശേഷം ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, കമ്പനിയുടെ രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു അല്ലേ. കമ്പനിയുടെ രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റിനെയാണ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിനെയാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആസ് എവിഡൻസ് ദാറ്റ് കമ്പനി ഹാസ് ബീൻ ഇൻകോർപ്പറേറ്റഡ്, അപ്പോൾ കമ്പനിയുടെ രജിസ്ട്രേഷൻ നടന്നു എന്നുള്ളതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ്, കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയാം കേട്ടോ. കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നറിയപ്പെടുന്നത് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനാണ്. ദെൻ 1/1 കമ്പനി ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 1/1 കമ്പനി ആണെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, എ നോമിനീസ് നെയിം ഈസ് മെൻഷൻഡ് ഇൻ മെമ്മോറാണ്ടം. 1/1 കമ്പനി ആണെങ്കിൽ ആ ഒരാൾ മാറിക്കഴിഞ്ഞാൽ അടുത്തത് കമ്പനിയുടെ അവകാശം ആർക്കായിരിക്കും എന്നുള്ള ഒരു നോമിനിയുടെ പേര് മെമ്മോറാണ്ടത്തിൽ പറയേണ്ടതാണ്. അങ്ങനെ പേര് കൊടുക്കുമ്പോൾ ആ നോമിനിയുടെ റിട്ടൺ കൺസെൻറ്റ്, ഒരു സമ്മതപത്രം അയാളിൽ നിന്ന് വാങ്ങിയിട്ട് വേണം കൊടുക്കാൻ. ദ മെമ്പർ ക്യാൻ ചേഞ്ച് ദ നോമിനി ബൈ ഗിവിംഗ് നോട്ടീസ് ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് മാനർ, വേണമെങ്കിൽ ഈ 1/1 കമ്പനിയിലെ ഒറ്റ ആൾക്ക് ഈ നോമിനിയുടെ പേര് പിന്നീട് നോട്ടീസ് കൊടുത്തുകൊണ്ട് പിന്നീട് മാറ്റാവുന്നതാണ്. ദ മെമ്പർ മസ്റ്റ് ഇൻറ്റിമേറ്റ് ദ കമ്പനി റിഗാർഡിംഗ് ചേഞ്ചസ് ഇൻ നോമിനി, ഇപ്പോൾ നോമിനിയിൽ ഇങ്ങനെ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഇത് കമ്പനി എന്ത് ചെയ്യണം, അത് കമ്പനി രജിസ്ട്രാറേയും മറ്റുള്ളവരെയൊക്കെ അറിയിക്കേണ്ടതാണ്. ദ കമ്പനി മസ്റ്റ് ഇൻറ്റിമേറ്റ് ദ രജിസ്ട്രാർ അബൌട്ട് സച്ച് ചേഞ്ചസ് അല്ലേ, അപ്പോൾ അത് കമ്പനിയിൽ റെക്കോർഡ് ചെയ്യും, ഒപ്പം തന്നെ ഈ കാര്യങ്ങൾ രജിസ്ട്രാറെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ്. ഞാൻ ഒരു കമ്പനിയുടെ നോമിനിയിൽ പേര് മാറ്റി, ഒരു നോമിനിയുടെ പേര് മാറ്റി പുതിയൊരാളെ നിയമിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ എന്തെങ്കിലും ഓൾട്ടറേഷനോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല അല്ലേ. എമൗണ്ട് ടു ഓൾട്ടറേഷൻ ഓഫ് കമ്പനീസ് നെയിം, കമ്പനിയുടെ പേര് മാറുന്നു കേട്ടോ, കമ്പനിയുടെ പേരിൽ ഒന്നും മാറ്റം വരുന്നില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അതായത് നോമിനിയുടെ പേര് മാറി എന്ന് ഓർത്തുകൊണ്ട് കമ്പനിയുടെ പേരിലൊന്നും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളവരും ഓർത്തിരിക്കുക. ഇത്രയാണ് ഈ യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് എക്സാമിന് MCQ വരുന്ന രീതിയിൽ ഒരു പഠനമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് ഒരുമാതിരിപ്പെട്ടി ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള എല്ലാ പോയിൻറ്റ്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടെങ്കിൽ കൂടുതൽ പേർക്കായിട്ടത് ഷെയർ ചെയ്യുക, മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.